പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള 15 ലഷ്കർ-ഇ-തയ്യിബ ഭീകരവാദികളെ NIA അറസ്റ്റ് ചെയ്തു. ഭീകരാക്രമണം നടന്ന ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഈ 15 പേരും ഉണ്ടായിരുന്നതായും ആക്രമണം നടത്തിയ 4 ഭീകരർക്ക് ആയുധങ്ങളും പിന്തുണയും നൽകിയതും ഇവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഫോണുകൾ പഹൽഗാമിൽ ആക്റ്റീവായിരുന്നു എന്നും NIA മനസ്സിലാക്കി. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷയും വർദ്ധിപ്പിച്ചു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. കുപ്വാര, പൂഞ്ച് സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ പാക് സൈന്യം വെടിവെച്ചു. കൃത്യമായി ഭാരതം ഇതിനെ ചെറുക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി S. നന്ദഗോപൻ പഹൽഗാമിൽ നിന്നും ചേരുന്നു. നന്ദഗോപൻ, വളരെ നിർണായകമായ നീക്കമാണ് സൈന്യം നടത്തിയിട്ടുള്ളത്. 15 ലഷ്കർ-ഇ-തയ്യിബ ഭീകരവാദികളെ കയ്യോടെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഇവരാണ് അവിടെ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൂത്രധാരന്മാർ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരുടെ ഫോണുകൾ അവിടെ ആക്റ്റീവായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും NIA മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, അന്വേഷണം ഏറ്റെടുത്ത് 48 മണിക്കൂറിനകം 15 തീവ്രവാദികളുടെ അറസ്റ്റാണ് ദേശീയ അന്വേഷണ ഏജൻസി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 15 പേരും ഈ 4, അതായത് ആക്രമണം നടത്തിയ 4 ഭീകരവാദികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും എത്തിയ ആയുധങ്ങൾ ഇവർക്ക് കൈമാറി. മാത്രമല്ല, ബൈസരൻ വാലിയിലേക്ക് ഇവരെ എത്തിച്ചതും ഈ 15 പേരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ ഫോണുകൾ ഈ സമയം ബൈസരൻ വാലിക്ക് സമീപം അവിടെ ഓണായിരുന്നു. അതും NIA ട്രേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ 15 പേരാണ് ഈ ബൈസരൻ വാലിയിലേക്ക് ഈ 4 ഭീകരവാദികളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ ലഷ്കർ-ഇ ഭീകരരാണ് എന്നുള്ളതാണ് പ്രധാനമായും NIA ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം അറസ്റ്റിലായവരുടെ പേര് വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോഴും ഈ NIA സംഘം ഏതാണ്ട് 150-ലധികം ആൾക്കാരെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത്തരത്തിലധികം 100ഓളം ആൾക്കാരെ വീതം NIA സംഘം ചോദ്യം ചെയ്തു വരികയാണ്. പ്രധാനമായും ഈ പ്രാദേശികമായൊരു സപ്പോർട്ട് ഇവർക്ക് ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തു വരുന്നത്. മാത്രമല്ല, അന്വേഷണം ഏറ്റെടുത്തിൽ പിന്നെ ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നടന്ന അക്രമം പുനരാവിഷ്കരിക്കുവാൻ വേണ്ടി NIA സംഘം ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ നാളെയായിരിക്കും അത് ഈ അക്രമം പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഭീകരവാദികൾ ഇവരുടെ ഈ വിനോദസഞ്ചാരികളുടെ അടുത്തേക്ക് വരുന്നു, അവരുടെ മതം തിരക്കുന്നു, ഹിന്ദു ആണെന്ന് മനസ്സിലാക്കി അവരെ കൊലപ്പെടുത്തുന്നു. ഇതെല്ലാം വീണ്ടും പുനരാവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് NIA സംഘം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതേസമയം ഈ ഭീകരവാദം അല്ലെങ്കിൽ ആക്രമണം നടത്തിയ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് ഈ മലനിരകളിൽ തുടരുകയാണ്. നമുക്ക് ഈ വിവിധ മേഖലകളിലായി തിരിഞ്ഞ് ജമ്മു കാശ്മീർ പോലീസിൻ്റെയും CRPFിൻ്റെയും സൈന്യത്തിൻ്റെയും പ്രത്യേക സംഘമാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഈ അക്രമികൾ അവർ ഈ ബൈസരൻ താഴ്വരയിൽ നിന്നും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മല കടന്നാണ് അവർ അനന്തനാഗിലേക്ക് പ്രവേശിച്ചത്. അനന്തനാഗിലെ ഏതാനും ഗ്രാമങ്ങളിലൂടെയും അതേപോലെ തന്നെ കാടുകളിലൂടെയും കടന്ന് അവർ ത്രാൽ എന്ന മേഖലയിലേക്ക് എത്തി. അവിടെ ഗ്രാമവാസികളോട് ഇവർ ഭക്ഷണം അന്വേഷിച്ചു. തുടർന്ന് ഈ വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ലഭിക്കുന്നു. അവിടേക്ക് സൈന്യവും അതേപോലെ തന്നെ പ്രത്യേക ദൗത്യ സംഘവും പാഞ്ഞെടുക്കുന്നു. എന്നാൽ ആ സമയം അവരവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം കുൽഗാം മേഖലയിൽ കഴിഞ്ഞ ദിവസം ഇവരെ കാണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ പ്രത്യേക ദൗത്യ സംഘം എത്തി. പരസ്പരം തീവ്രവാദി സംഘവും അതേപോലെ തന്നെ ഈ പ്രത്യേക ദൗത്യ സംഘവും തമ്മിൽ ചെറിയ രീതിയിൽ ഏറ്റുമുട്ടലുണ്ടായെങ്കിലും അവർ പിന്നെയും ഈ പൈൻ കാടുകളിലേക്ക് ഒളിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടത്തിയെങ്കിലും അവരെ കണ്ടെത്താനായില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ അവരെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതേസമയം കാശ്മീരിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ജമ്മു കാശ്മീർ താഴ്വരയെയും അതേപോലെ തന്നെ ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള ഈ മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലൈനിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 119 കിലോമീറ്റർ തുരങ്കം ഉൾപ്പെടെ 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ CRPFിനെ കൂടുതലായി വിന്യസിച്ചിരിക്കുകയാണ്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ധരിച്ച ആധുനിക ആയുധങ്ങളുമായാണ് CRPF ഇപ്പോൾ ഇവിടെ കാവൽ നിൽക്കുന്നത്. ഈ തുരങ്ക മേഖലയിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള നമ്മുടെ ഇന്ത്യൻ
ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഈ നിയന്ത്രണ രേഖയിൽ റേഞ്ചേഴ്സ്, അതായത് പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന സൈന്യമാണ് പാക് റേഞ്ചേഴ്സ്. അവർ അപ്രതീക്ഷിതമായി വെടിയുതിർത്തിരുന്നു. കുപ്വാര പൂഞ്ച് സെക്ടറിലാണ് നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ പാക് സേന യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തത്. ആർക്കും പരിക്കുകളില്ല. ശക്തമായ നാണയത്തിൽ തന്നെ BSF തിരിച്ചടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ രാത്രികളിലെല്ലാം സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങളുണ്ടായി. ആ സമയങ്ങളിലെല്ലാം തന്നെ BSF കൃത്യമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് 22-ാം തീയതി നടന്ന അക്രമത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖല വളരെ മന്ദഗതിയിലേക്ക് നീങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പം ഉണർവ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പെഹൽഗാമിലേക്ക് ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ബൈസരൻ വാലിയിലേക്ക് ആരെയും കടത്തിവിടത്തില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം ഉള്ളതുപോലെയല്ല. ഏതാനും ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതാനും ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കടകൾ പതുക്കെ തുറന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കടകൾ പൂർണ്ണമായും അടച്ചിട്ടിരുന്നത് മാധ്യമ സംഘവും അതേപോലെ തന്നെ ഈ സുരക്ഷാ സേനയും അല്ലാതെ, അതേപോലെ തന്നെ നാട്ടുകാരും അല്ലാതെ മറ്റാരും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പതിയെ ഈ ഒരു ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖല ഉണർവിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ സുരക്ഷാ ഓഡിറ്റും സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഈ കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം ശ്രീനഗർ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഉദ്ധംപൂറിലുള്ള നോർത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനം സന്ദർശിച്ച് വ്യക്തമായ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് വിനോദസഞ്ചാര മേഖലയിൽ മുഴുവൻ സുരക്ഷാ ഓഡിറ്റ് നടപ്പാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായത്. ഏതെങ്കിലും തരത്തിൽ സുരക്ഷയിൽ കുറവുണ്ടെങ്കിൽ അവിടേക്ക് കൂടുതൽ സൈന്യത്തെയും വിന്യസിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം സായുധധാരികളായിട്ടുള്ള ഭടന്മാരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ ഒരു വലയത്തിലാണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് കടന്നു വരുന്നത്. നന്ദഗോപൻ, അതേപോലെ തന്നെ പാകിസ്ഥാനെതിരെയുള്ള ഭാരതത്തിൻ്റെ നീക്കം ശക്തമാണ്. പ്രത്യേകിച്ചും അവിടെ ഉയർന്ന മേഖലയിൽ നിന്നും നമ്മൾ ഡാമുകളിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നു, പാകിസ്ഥാനിൽ വലിയ വെള്ളപ്പൊക്കം രൂപപ്പെടുന്നു തുടങ്ങിയ വാർത്തകൾ ഔദ്യോഗികമല്ല എങ്കിലും അനൗദ്യോഗിക തലത്തിൽ അത്തരം വാർത്തകൾ വരുന്നുണ്ട്. അത്തരം വാർത്തകൾക്ക് എത്രമാത്രം സ്ഥിരീകരണമുണ്ട് നന്ദഗോപൻ? ഉറി മേഖലയിലുണ്ടായിരുന്ന ഡാം വളരെ അപ്രതീക്ഷിതമായാണ് ഭാരതം തുറന്നുവിട്ടത്. വളരെ നയതന്ത്രപരമായ ഒരു തിരിച്ചടി എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. ഇതിനെ തുടർന്ന് പാക് ഒക്കുപൈഡ് കാശ്മീരിൽ POKയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമുണ്ടായി. കടകൾ അതേപോലെ തന്നെ വീടുകളൊക്കെ തന്നെ ഒലിച്ചുപോയി, വാഹനങ്ങൾ ഒലിച്ചുപോയി. വലിയ നാശനഷ്ടമാണ് ഈ മേഖലയിൽ POKയിൽ ഉണ്ടായത്. വലിയ കാർഷിക നാശം ഈ മേഖലയിലുണ്ടായി. ഈ ഉറി സെക്ടറിലുള്ള ഡാമിൽ നിന്നുമുള്ള വെള്ളം ഉപയോഗിച്ച് ഈ POKയിൽ വലിയ രീതിയിൽ കൃഷി ചെയ്തിരുന്നു. എന്നാൽ ആ കൃഷി പൂർണ്ണമായും നശിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കമാണ് അവിടെ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ആ ഡാമിലൂടെയുള്ള നീരൊഴുക്ക് സാധാരണഗതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതേസമയം ഇന്നലെ ഭാരതം നടത്തിയ വലിയ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. അതായത് ഈ സിന്ധു നദീ ജലം തടഞ്ഞതടക്കമുള്ള ഒരു നയതന്ത്രപരമായ തിരിച്ചടി, അതിന് സമാനമായ രീതിയിലായിരുന്നു ഉറി എന്നുള്ള ഡാമിൽ നിന്നുമുള്ള വെള്ളം തുറന്നുകിട്ടുകൊണ്ട് ഭാരതം ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നയതന്ത്രപരമായ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാമെന്നുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഒപ്പം കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ തിരിച്ചടിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഭാരതം നടത്തിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിർത്തി മേഖലയിൽ സൈനിക വിന്യാസം കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിർത്തി കാക്കുവാനുള്ള BSFന്റെ കൂടുതൽ സംഘത്തെ ഈ മേഖലകളിലേക്ക്. ഒരു കാര്യം കൂടി BSFന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, BSFന്റെ ഒരു ജവാൻ അവരുടെ പിടിയിലുണ്ടല്ലോ, പാകിസ്ഥാൻ്റെ പിടിയിലുണ്ട്, നമ്മുടെ ഒരു സൈനികൻ അവരുടെ പിടിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ, എന്തെങ്കിലും വിവരങ്ങൾ അതേ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ടോ? പഞ്ചാബിയായിട്ടുള്ള നമ്മുടെ ഒരു ഭടനാണ് അവരുടെ പിടിയിലായിട്ടുള്ളത്. ആ വിവരങ്ങൾ കൂടി നന്ദഗോപൻ. വിനോദ്, കർഷകരെ സഹായിക്കുന്നതിനിടയ്ക്ക് വളരെ അബദ്ധത്തിലാണ് ഈ നമ്മുടെ ഒരു BSF ജവാൻ അതിർത്തി കടന്ന് അല്പം ഉള്ളിലേക്ക് നീങ്ങിയത്. ഇയാളെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭടന്മാർ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഇയാളുടെ മോചനത്തിനായി, ഈ ഭടൻ്റെ BSF ജവാന്റെ മോചനത്തിനായി ഇതിനോടകം തന്നെ 5 ഫ്ലാഗ് മീറ്റുകൾ നടന്നു കഴിഞ്ഞു. എന്നാൽ ഈ ഫ്ലാഗ് മീറ്റുകളിൽ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇയാളെ മോചിപ്പിക്കുവാൻ പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതാണ്. അതേസമയം ഇവിടെ ഭാരതത്തിൽ കൃത്യമായി സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ മോചിപ്പിക്കുവാനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏത് രീതിയിലാണെങ്കിലും ഈ BSF ഭടനെ തിരിച്ചിവിടേക്ക് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. കൃത്യമായി അതിർത്തിയിൽ കൃത്യമായ നീക്കങ്ങൾ സൈന്യം നടത്തുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തുന്ന അക്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഭാരതം നൽകുന്നത്. നയതന്ത്ര തലത്തിൽ ഉയർന്ന മേഖലയിലെ ഡാം തുറന്നുവിട്ടുവരെ നമ്മൾ പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പഹൽഗാമിൽ നിന്നും നന്ദഗോപൻ.